Data type in Python. Sequence data ടൈപ്പിനകത്ത് ഡേറ്റ സ്റ്റോർ ആകുന്നത് ആസ് എ കളക്ഷൻ ഓഫ് ഐറ്റം ഇൻ എൻ ഓർഡർഡ് വേ. ഒരു ഓർഡർ വേയിൽ കളക്ഷൻ ഓഫ് ഐറ്റംസ് ആയിട്ടായിരിക്കും ഡേറ്റ സ്റ്റോർ ആകുന്നത്. ദ ഓർഡർ മീൻസ് ഈച്ച് ഐറ്റം ഹാവ് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് പൊസിഷൻ. ഓരോ ഐറ്റത്തിനും അതിൻ്റെ സ്പെസിഫിക് പൊസിഷൻ ഉണ്ടാകും. ദെർഫോർ വി ക്യാൻ ആക്സസ് ഈച്ച് ഐറ്റം ബൈ ഇറ്റ്സ് ഇൻഡെക്സ് ഓർ പൊസിഷൻ. Sequence data type in Python, there are 3 types of sequence like string, list and tuple. സീക്വൻസ് ഡേറ്റ ടൈപ്പിൽ ഫസ്റ്റ് വന്നാണ് സ്ട്രിങ്. സ്ട്രിങ്ങിനകത്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ആസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഹെലോ എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിൽ നമുക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ക്യാരക്ടറും ഓരോ പൊസിഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇഫ് യു വോണ്ട് ടു സ്റ്റോർ ദ ഡേറ്റ ഈസ് ഹെലോ, ദെൻ നമ്മളതിനെ സ്റ്റോർ ചെയ്യുന്നത് ഈ രീതിയിലായിരിക്കും. ഓരോ ക്യാരക്ടേഴ്സിനെ ഓരോ പൊസിഷനിൽ നമ്മൾ സ്റ്റോർ ചെയ്യും. ഇനി നമുക്ക് ഓരോ പൊസിഷനും ആക്സസ് ചെയ്യാൻ വേണ്ടി ആ പൊസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ നമ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ പൊസിഷനും ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. ഈ നമ്പേഴ്സ് നമുക്ക് 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് പോസിറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറയും. പോസിറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ദറ്റ് ഈസ് 0യിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് 1 വീതം ഓരോ പൊസിഷനിലേക്ക് ഓരോ ക്യാരക്ടർ വരുമ്പോഴത്തേനും അടുത്തടുത്ത പൊസിഷനിലേക്ക് 1 വീതം ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുന്നു. ഇത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇതാണ് പോസിറ്റീവ് ഇൻഡെക്സിങ്. ഇൻ നെഗറ്റീവ് ഇൻഡെക്സിങ് ഉണ്ട്. നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറയുന്നതിന് നമ്മൾ ലാസ്റ്റ് പൊസിഷനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് -1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓരോ പൊസിഷനിലേക്കും ഡിക്രിമെൻറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഇതാണ് 2 രീതിയിൽ നമുക്ക് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ഇൻഡെക്സിങ് ദാറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഇൻക്രിമെൻറ്റഡ് ബൈ 1 ആൻഡ് ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു റൈറ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം സ്റ്റാർട്ടിംഗ് പൊസിഷൻ. നെഗറ്റീവ് ഇൻഡെക്സിങ് മീൻസ് ഇറ്റ് ഈസ് സ്റ്റാർട്ട്സ് ഫ്രം എൻഡ് പൊസിഷൻ ആൻഡ് സ്റ്റാർട്ട്സ് ഫ്രം -1 ആൻഡ് ഓരോ പൊസിഷനിലേക്കും ഡിക്രിമെൻറ്റഡ് ബൈ 1 ആണ് ചെയ്യുന്നത്. ഇതാണ് പോസിറ്റീവ് ഇൻഡെക്സിങ്. നെഗറ്റീവ് ഇൻഡെക്സ് നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സ്ട്രിങ്ങിലെ ഓരോ സിംഗിൾ ക്യാരക്ടറിനെയും പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ. അതുപോലെ തന്നെയാണ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് ഡിനോട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് ദ സിമ്പിൾ. ഈ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സബ്സ്ക്രിപ്റ്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ട് STR. അതിനകത്തുള്ള വാല്യൂ ആണ് കേരള. ഇതിനകത്ത് നിന്ന് നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളി എന്ത് ചെയ്താൽ മതി, പ്രിൻറ്റ് STR ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0th പൊസിഷനിലെ ക്യാരക്ടറിനെ നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ 0th പൊസിഷനിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് K ആണ്. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? K ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് ഒന്നാണ് ട്രാവേഴ്സിംഗ് സ്ട്രിങ്. ട്രാവേഴ്സിംഗ് സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രിങ്ങിൻ്റെ എല്ലാ ക്യാരക്ടറിനെയും ഒരു തവണ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്ന് എൻഡിങ് പൊസിഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാവേഴ്സിംഗ് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി നമ്മൾ ഫോർ ലൂപ്പിൻ്റെ ഹെൽപ്പോടുകൂടിയായിരിക്കും നമ്മളിങ്ങനെ ട്രാവേഴ്സിംഗ് ചെയ്യുന്നത്. സ്ട്രിങ് ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ STR സ്ട്രിങ്ങിനകത്ത് കേരള എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ട്രിങ് കേരള. ഇതിനകത്ത് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോർ ലൂപ്പ് I in STR കോളൻ എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരള, അതായത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള സ്ട്രിങ്ങിൽ ഓരോ ക്യാരക്ടേഴ്സും ലൈൻ ബൈ ലൈനായിട്ട് പ്രിൻറ്റ് ചെയ്യും. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഔട്ട്പുട്ട് എങ്ങനെ വരും. ആദ്യം K, ദെൻ അത് കഴിഞ്ഞിട്ട് E, ദെൻ അത് കഴിഞ്ഞ് R, A, L, A എന്നുള്ള രീതിയിൽ ഓരോ ക്യാരക്ടേഴ്സും നമ്മുടെ സ്ട്രിങ്ങിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമുക്കിങ്ങനെ കോഡ് ചെയ്താൽ മതി. ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് I in STR. അപ്പോൾ എന്താണ് STR എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രിങ്ങിൽ കൂടെ ആ ഓരോ ഇൻഡെക്സിൽ കൂടെയും കടന്നുപോയി ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ലൈൻ ബൈ ലൈനായിട്ട് ഓരോ ന്യൂ ലൈനിൽ നമുക്ക് പ്രിൻ്റായി വരും. ഇതാണ് ട്രാവേഴ്സിംഗ് ഓഫ് എ സ്ട്രിങ്. സ്ട്രിങ് കോൺകാറ്റനേഷൻ ആൻഡ് റെപ്പറ്റേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോൺകാറ്റനേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് ആണ്. അതുപോലെ റെപ്പറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാർ ആണ്. അപ്പോൾ പ്ലസ് ഉപയോഗിച്ച് നമുക്ക് കോൺകാറ്റനേഷൻ ചെയ്യാം, സ്റ്റാർ ഉപയോഗിച്ച് നമുക്ക് റെപ്പറ്റേഷൻ ചെയ്യാം. ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ട്രിങ് 1ൽ SAN എന്നുള്ള ഇത് സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സ്ട്രിങ് 2ൽ ഇത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രിങ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രിൻറ്റ് STR
str1 പ്ലസ് str2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്ട്രിങ് 1ഉം സ്ട്രിങ് 2ഉം കൂടെ കോൺകാറ്റനേറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് വരിക. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? സനിത എന്നതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് റെപ്പറ്റീഷൻ എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. റെപ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർ ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്റ്റാർ ഓപ്പറേറ്ററിൻ്റെ കൂടെ എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര തവണ റെപ്പറ്റേറ്റ് ചെയ്യണം എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രിങ് സനിത പ്രിൻറ്റ് str*3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സനിത എന്നുള്ളത് 3 തവണ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സ്പേസ് ഒന്നുമില്ലാതെ സനിത 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 എന്നുള്ള രീതിയിൽ 3 തവണ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. പിന്നെ നമുക്കിവിടെ star4 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ 4 ടൈംസ് ആയിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രിങ് സ്ലൈസിങ് എന്നുള്ള ടോപ്പിക്കാണ്. സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് സബ് സ്ട്രിങ്സിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഇടയിലുള്ളതോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പെർട്ടിക്കുലർ പാർട്ട് മാത്രമായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് ആക്ച്വലി നമ്മൾ സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് സ്റ്റാർട്ട് എൻഡ് സ്റ്റെപ്പ് അങ്ങനെ 3 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? സിൻടാക്സ് കൊടുത്തിട്ട് നമുക്ക് സ്ലൈസിങ് ബേസിക് സ്ലൈസിങ്ങിൽ നമ്മൾ സ്റ്റാർട്ട് പൊസിഷനും എൻഡ് പൊസിഷനുമാണ് പറഞ്ഞു കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിൽ നിന്നും എന്നിട്ട് എൻഡ് ചെയ്യുന്നത് എമ്മിൽ നിന്നും. ഇതാണ് ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് പൊസിഷൻ എന്നും എൻഡ് പൊസിഷൻ എം എന്നും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ എന്നുള്ള ഇൻഡെക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ എവിടം വരെ പോകും? അപ് ടു m-1, അതായത് എൻഡ് പൊസിഷനിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് വരെ പോകുള്ളൂ. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് ഹെലോ വേൾഡ് എന്നുള്ളൊരു ടെക്സ്റ്റ് നമുക്കുണ്ട്. അവിടെ നമ്മൾ പ്രിൻ്റ് ടെക്സ്റ്റ് 0:5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0th പൊസിഷനിൽ നിന്ന് 5 വരെ പോവില്ല, 4 വരെ. അപ്പോൾ 0th നിന്ന് 4 വരെ പോകും. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 0, 1, 2, 3, 4 ഇവിടം വരെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? ഹെലോ എന്നുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക. നെക്സ്റ്റ് നോക്കിയേ, പ്രിൻ്റ് ടെക്സ്റ്റ് 7:12. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേനും 7 മുതൽ 11 വരെയാണ് പോവുക. അപ്പോൾ 7th പൊസിഷനിൽ എന്താ ഉള്ളത്? W. ദെൻ W മുതൽ എവിടം വരെ പോകും? 11 വരെ. അപ്പോൾ വേൾഡ് വരെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് വരെ. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് വേൾഡ് ആയിരിക്കും. ദെൻ ഒമിറ്റിംഗ് സ്റ്റാർട്ട് ഓർ എൻഡ്. എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ടും എൻഡും ഒമിറ്റ് ചെയ്തുകൊണ്ട് സ്ലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. If n is omitted, then the slice starts from beginning. അതായത് നമ്മൾ n-നെ ഒമിറ്റ് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ നമ്മൾ n-നെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങും. ബിഗിനിങ് എന്ന് പറയുമ്പോൾ 0th പൊസിഷനിൽ നിന്ന് തുടങ്ങും. നമ്മൾ ബിഗിനിങ് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി n-നെ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കോളൻ എന്നിട്ട് നമുക്ക് എന്താണോ നമുക്ക് എവിടം വരെ പോകണം ആ പൊസിഷൻ വരെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബിഗിനിങ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട n ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡീഫോൾട്ടായിട്ട് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തോളും. ഇനി ഇഫ് m ഈസ് ഒമിറ്റഡ് ദെൻ ദ സ്ലൈസ് ഗോസ് ടു ദി എൻഡ്. ഇപ്പം നമ്മൾ ഈ m ആണ് ഒമിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ സ്റ്റാർട്ട് പൊസിഷൻ പറഞ്ഞു കൊടുക്കും. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഈ m ഇല്ലാത്ത പക്ഷേ എവിടം വരെ പോകും? ആ സ്ട്രിങ്ങിൻ്റെ എൻഡ് വരെ പോകും. ഇതാണ് ഒമിറ്റിംഗ് സ്റ്റാർട്ട് ഓർ എൻഡ്. എന്നും എമ്മും ഒമിറ്റ് ചെയ്തിട്ട്, അതായത് സ്റ്റാർട്ടും എൻഡും ഒമിറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ഹെലോ വേൾഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ പ്രിൻ്റ് ടെക്സ്റ്റ് 5. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എൻ ഒമിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. തനിയെ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ക്യാരക്ടേഴ്സിൻ്റെ എവിടെ നിന്നാണ്? ബിഗിനിങ്ങിൽ നിന്ന്, ഈ സ്ട്രിങ്ങിൻ്റെ ബിഗിനിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വരെ പോകും. അപ്പോൾ 0, 1, 2, 3, 5. അതായത് 5 വരെ പോയില്ല, 4 വരെ പോവുള്ളൂ. അപ്പോൾ 0, 1, 2, 3, 4. അപ്പോൾ നമുക്ക് ഹെലോ എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഇനി പ്രിൻ്റ് ടെക്സ്റ്റ് 7: നമ്മൾ എൻഡ് പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻഡ് പറയാത്ത പക്ഷേ എവിടം വരെ പോകും? ഈ സ്ട്രിങ്ങിൻ്റെ അവസാനം വരെ പോകും. അപ്പോൾ 7-ൽ നിന്ന് തുടങ്ങി സ്ട്രിങ്ങിൻ്റെ അവസാനം വരെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേൾഡ് എന്നുള്ളത് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി നെഗറ്റീവ് ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പോസിറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്, നെഗറ്റീവ് ഇൻഡെക്സിങ്ങും ഉണ്ട്. പോസിറ്റീവ് ഇൻഡെക്സ് സ്റ്റാർട്ട്സ് ഫ്രം 0 ആൻഡ് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകുന്നു, ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. നെഗറ്റീവ് ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തിൽ നിന്ന് തുടങ്ങും, -1-ൽ നിന്നാണ് തുടങ്ങുന്നത്. ദെൻ ഡിക്രിമെൻറ്റ് ചെയ്താണ് വരുന്നത്, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ്
നെഗറ്റീവ് ഇൻഡെക്സിങ് പറഞ്ഞിട്ട് നമ്മളൊരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രിൻ്റ് ടെക്സ്റ്റ് -6 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഡീഫോൾട്ടായിട്ട് ഏറ്റവും അവസാനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് -6 വരെ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരിക. അപ്പോൾ നമുക്ക് എവിടം വരെ എന്തായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്? ഇത്രയും ഭാഗമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ വരിക. വേൾഡ് എന്നുള്ള രീതിയിൽ ഇത്രയും ഭാഗമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരിക. ഇനി നമുക്ക് അടുത്ത സ്ലൈസിങ് ആണ് ഫുൾ സ്ട്രിങ് സ്ലൈസിങ്. ഫുൾ സ്ട്രിങ് സ്ലൈസിങ്ങിനകത്ത് നമ്മൾ എന്ത് ഒമിറ്റ് ചെയ്യും? നമ്മൾ സ്റ്റാർട്ടും എൻഡും ബോത്ത് ഇൻഡിസസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല, നമ്മളത് രണ്ടും എമിറ്റ് ചെയ്യും. അപ്പോൾ പ്രിൻ്റ് ടെക്സ്റ്റ് മാത്രമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫുൾ സ്ട്രിങ് ആയിരിക്കും നമുക്ക് ഔട്ട്. നെക്സ്റ്റ് വൺ സ്റ്റെപ്സ് ഇൻ സ്ലൈസിങ് ആണ്. സ്റ്റെപ്സ് ഇൻ സ്ലൈസിങ്ങിൽ നമ്മൾ സ്റ്റാർട്ടും എൻഡും പറയുന്നില്ല, ഓൺലി സ്റ്റെപ്പ് മാത്രമാണ് പറയുന്നത്. സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴത്തേനും സ്പെസിഫൈസ് ദി ഇൻ്റർവെൽ ബിറ്റ്വീൻ ക്യാരക്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഇൻ്റർവെൽ, സ്ലൈസിങ്ങിൻ്റെ ഇൻ്റർവെല്ലാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് സനിത, പ്രിൻ്റ് ടെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ടും പറഞ്ഞിട്ടില്ല എൻഡും പറഞ്ഞിട്ടില്ല, നമ്മൾ എന്ത് മാത്രം പറഞ്ഞിട്ടുള്ളൂ? നമ്മൾ ആകെ പറഞ്ഞിട്ടുള്ളത് സ്ലൈസ് ചെയ്യേണ്ടത് മാത്രം, എത്ര സ്റ്റെപ്പാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ ഫസ്റ്റ് എസ് എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് വരും, ദെൻ എന് നമ്മൾ സ്കിപ്പ് ചെയ്യും, ദെൻ എൻ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരും, ദെൻ ഐനെ നമ്മൾ സ്കിപ്പ് ചെയ്യും, ദെൻ ടി നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരും, ദെൻ നമ്മൾ എന്ത് ചെയ്യും? എച്ചിനെ നമ്മൾ സ്കിപ്പ് ചെയ്യും, ദെൻ നമുക്ക് എ എന്നുള്ള ഔട്ട്പുട്ടിലേക്ക് വരും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്.